നല്ല പ്രവർത്തകരെ വാർത്തെടുക്കുന്ന ആ പ്രക്രിയ ശാഖയിലാണല്ലോ നടക്കുന്നത്. അപ്പോൾ അത് ചെയ്യുന്ന ആ പ്രവർത്തകൻ 40 വർഷം കഴിഞ്ഞാലും ആ പണി ഏതൊരു വിധത്തിലുള്ള അധികാരത്തിനോടുള്ള ഭ്രമമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവകാശവാദങ്ങളോ ഒന്നുമില്ലാതെ പ്രസ്ഥാനത്തിനോടുള്ള പ്രതിബദ്ധത കൊണ്ട് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകളുണ്ട്. പ്രവർത്തകരാണ് യഥാർത്ഥത്തിൽ ഞങ്ങളെയും ഈ അധികാരവും ഒക്കെ സൃഷ്ടിച്ചത്. അല്ല, ഞാൻ BJP കാരനാകുന്നത് ആക്ച്വലി 2003 അതുവരെ ഞാനൊരു RSS ABVP. ഞാൻ എനിക്ക് BJP മെമ്പർഷിപ്പ് എടുക്കാൻ പാടില്ല. ഞാൻ വളരെ നേരത്തെ പറഞ്ഞതുപോലെ ഈ സംഘടനയുടെ ചിട്ടവട്ടങ്ങളിൽ മുറുകെ പിടിക്കാൻ എപ്പോഴും താല്പര്യം കാണിച്ചിട്ടുള്ള ഒരാളാണ്. മറ്റുള്ളവർ അങ്ങനെ തന്നെ നിൽക്കണം എന്ന് വാശിയും കൂടെ ഉള്ള ആളാണ്. അതുകൊണ്ടാണല്ലോ അതുകൊണ്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് നമുക്ക് സവിശേഷമായ ഒരു അതിഥിയുണ്ട്. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് സുരേഷ്. സ്വാഗതം. എനിക്ക് ആദ്യം ഒരു കാര്യം ചോദിക്കാനുള്ളത്, BJPക്കാർ പലരും പറയുന്നുണ്ട് പാർട്ടിയിലെ ഏറ്റവും ഗൗരവക്കാരനായ നേതാവാണ് S. സുരേഷ് എന്നുള്ളത്. പക്ഷെ നമ്മൾ കുറേ സംസാരിച്ചു, തമാശകൾ പറയുന്നു. ഇത്രയും തമാശകളൊക്കെ പറയുന്ന അങ്ങ് സംഘടനാ കാര്യത്തിൽ നല്ല കടുകട്ടിക്കാരനാണോ? അല്ല, സംഘടനാ കാര്യത്തിൽ അത് വേണമല്ലോ. പക്ഷേ ഞാനങ്ങനെ ഞാൻ നമ്മുടെ ഒരു കുടുംബം, മോള്, വൈഫ്, അച്ഛൻ, അനിയൻ, ഞങ്ങളൊരു കൂട്ടുകുടുംബമാണ്. രണ്ട് വീടുകൾ ഒരുമിച്ച് ഒരു കോമ്പൗണ്ടിനകത്താണ്. അപ്പം അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു സാധാരണ പശ്ചാത്തലത്തിൽ ജീവിച്ചൊരു പാവം മനുഷ്യനാണ്. പിന്നെ ഈ കുട്ടിക്കാലത്തെ നമ്മൾ ഈ സംഘടനാ പ്രവർത്തനം ചെയ്ത് ഇങ്ങനെ സംഘടനാ നിർദ്ദേശങ്ങൾ കൊടുത്ത് ആൾക്കാർ ഇങ്ങനെ ഒരു പ്രിസംഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവാം. അല്ല, ഒരു കമാൻഡർ അങ്ങനെയാണ്. സംഘടന പറയുന്ന കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് സ്ട്രിക്റ്റ് ആണെന്നൊരു തോന്നൽ വരും. അത് പണ്ട് ABVP കാലഘട്ടം മുതലുണ്ട്. പക്ഷേ അല്ലാത്ത സമയത്ത് ഞാൻ ABVP പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളിപ്പോൾ കേരളത്തിൽ BJPയോ സംഘത്തിൻ്റെ ആളുകളോ അല്ലെങ്കിൽ ABVPയോ ആകുക എന്ന് പറഞ്ഞ ഒരു പുതുമയും അത്ഭുതമൊന്നുമില്ല. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് ABVP ചൂസ് ചെയ്തത്? BJP ABVP എന്നൊക്കെ പറഞ്ഞാൽ അയിത്തുള്ള കാലത്ത്. അല്ല, അത് ABVP ചൂസ് ചെയ്തത് ഞാൻ ഇങ്ങനെ ABVPക്കാരനാകണമെന്നങ്ങ് തീരുമാനിച്ച് ABVP ഒന്നും ആയതല്ല. എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു ശാഖ കിടന്നിരുന്നു. ആ ശാഖയിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള നല്ല ചേട്ടന്മാരെല്ലാം ആ ശാഖയിൽ പോകുന്നുണ്ടായിരുന്നു. ആ ചേട്ടന്മാർ ഞാനുമായിട്ട് നിരന്തരം കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ മാർക്സിസ്റ്റാണ്. എൻ്റെ അമ്മയുടെ കുടുംബം മാർക്സിസ്റ്റാണ്. അപ്പോൾ ഒരു സാധ്യതയില്ലല്ലോ അങ്ങോട്ട് പോകാൻ. അതെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഈ ചേട്ടന്മാരുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ അതിലൊരു വേണുചേട്ടനുണ്ട്. വേണുചേട്ടൻ ഞാനത് പലപ്പോഴും പറയാറുള്ളത് അത്, കാരണം അത് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഭവമാണ്. കാരണം വേണുചേട്ടൻ ഭയങ്കര നല്ല ശരീരമൊക്കെ ഉള്ള ഒരു നല്ല ചേട്ടനാണ്. എൻ്റെ വീട്ടിൽ കുറച്ച് മുകളിൽ താമസം. അപ്പോൾ അദ്ദേഹം ഇടയ്ക്കൊന്ന് പറയും ഷായിൽ വരണം എന്ന് പറയും. ഏത് ശാഖ അത്? വെള്ളായണി വാഴവള ശാഖ. അപ്പോൾ ഷാഖയിൽ വരണം എന്ന് പറയും. ഞാനത് അച്ഛനോട് പറയും. അച്ഛൻ പറയും പറ്റില്ല, നീ പോകാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ അവസാനം ഞാൻ നിർബന്ധമായി എനിക്ക് ഷാഖയിൽ പോയേ പറ്റുള്ളൂ. അപ്പോൾ അച്ഛൻ ഒരു കണ്ടീഷൻ വെച്ചു, SLC കഴിഞ്ഞിട്ട് നീ എവിടെ ഉറപ്പിക്കോ എന്ന് പറഞ്ഞു. 10ാം ക്ലാസ് കഴിഞ്ഞു. അതിൽ ഞാൻ പിടിച്ചു. പല വീടുകളിലും അക്കാലത്ത് അങ്ങനെ 10 കഴിയട്ടെ, അതിൽ ഞാൻ പിടിച്ചു. ഞാൻ ആദ്യമായി ഷാഖയിൽ പോകുന്നത് അവസാനത്തെ SSLC പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ പുസ്തകം കൊണ്ട് എറിഞ്ഞിട്ട് ഞാൻ പോയത് ഷാഖയിലേക്കാണ്. അതിന് കാരണം എന്താ അറിയോ? ഞാൻ പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ ഈ വേണുചേട്ടൻ വീട്ടിന് മുമ്പിലിരിക്കുക. ഡേറ്റ് പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പോൾ വേണുചേട്ടൻ വീട്ടിന് മുമ്പിൽ വാ പോവാം എന്ന് പറഞ്ഞു. പുസ്തകം എറിഞ്ഞു, വേണുചേട്ടനോടൊപ്പം ഷായി പോയി. ഞാനിന്ന് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ആ വേണുചേട്ടൻ ഇന്നെൻ്റെ 45ാം നമ്പർ ബൂത്തിൻ്റെ പ്രസിഡൻ്റാണ്. അദ്ദേഹം അത് കഴിഞ്ഞിട്ട് പോലീസിൽ പോയി. പോലീസ് കഴിഞ്ഞ് റിട്ടയറായിട്ട് എൻ്റെ ബൂത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇന്ന് വർക്ക് ചെയ്യുകയാണ് ആ വേണുചേട്ടൻ. അപ്പോൾ എന്നെ ശാഖയിലേക്ക് കൊണ്ടുവന്ന ആ വേണുചേട്ടൻ ഇന്ന് ബൂത്ത് പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തിനോട് ഉള്ള ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു പ്രതിബദ്ധതയും വിധേയത്വമുണ്ട്.
കാരണം അദ്ദേഹമാണ് എന്നെ ഇതിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന ആൾ. അല്ല, അത് മാത്രമല്ല, അദ്ദേഹം അന്ന് എവിടെയായിരുന്നോ അവിടെ തന്നെ ഇപ്പോഴും ഉണ്ട്. ആ ബൂത്ത് പ്രസിഡന്റ്, അന്ന് ശാഖാ ശിക്ഷകായിരുന്നു, ഇന്ന് ആ ബൂത്തിൻ്റെ പ്രസിഡന്റ്. രാഷ്ട്രീയമായും, കാരണം ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ ആളുകൾ മാറ്റമൊക്കെ വരാം, ആളുകൾ രാഷ്ട്രീയ വിശ്വാസവും ഐഡിയോളജിയൊക്കെ മാറാം. അദ്ദേഹവും അവിടെ തന്നെ നിൽക്കുന്നു. 40 വർഷമായി. 40 വർഷമായി. അതിനിടയിൽ SI വരായി, പോലീസ് ചേർന്നു, SI ആയി, റിട്ടയറായി. അതിനുശേഷം ഇപ്പോൾ ബൂത്ത് തിരിച്ച് കുടുംബത്തിലേക്ക് വന്നു. അത് ഈ പാർട്ടിയുടെ ഈ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഒരു വലിയ സംസ്കാരമാണ്. അത് ഈ ചില അധ്യാപകർ എത്ര വിദ്യാർത്ഥി എത്ര മഹാനായാലും എത്ര വലിയവനായാലും അധ്യാപകനായിട്ട് നിൽക്കും എന്ന് പറയും പോലെ ഒരു സംഘശാഖയിലെ ശിക്ഷക്, മുഖ്യ ശിക്ഷക് അങ്ങനെ നല്ല പ്രവർത്തകരെ വാർത്തെടുക്കുന്ന ആ പ്രക്രിയ ശാഖയിലാണല്ലോ നടക്കുന്നത്. അപ്പോൾ അത് ചെയ്യുന്ന ആ പ്രവർത്തകൻ 40 വർഷം കഴിഞ്ഞാലും ആ പണി ഏതൊരു വിധത്തിലുള്ള അധികാരത്തിനോടുള്ള ഭ്രമമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവകാശവാദങ്ങളോ ഒന്നുമില്ലാതെ പ്രസ്ഥാനത്തിനോടുള്ള പ്രതിബദ്ധത കൊണ്ട് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന 10,000-കണക്കിന് ആളുകളുണ്ട്. പ്രവർത്തകരാണ് യഥാർത്ഥത്തിൽ ഞങ്ങളെയും ഈ അധികാരവും ഒക്കെ സൃഷ്ടിച്ചത്. ഇങ്ങനെയുള്ള 10,000-കണക്കിന് പ്രവർത്തകരാണ്. അപ്പോൾ അതിൻ്റെ ഒരു മാതൃകയാണ് വേണിച്ചേട്ടൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഈ നമ്മൾ ഈ ജീവിതം നമ്മൾ എന്താക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ അനുഭവങ്ങളാണ്. അപ്പോൾ ഈ കുട്ടിക്കാലമൊക്കെ എങ്ങനെയായിരുന്നു? വീട്, കുടുംബം, അച്ഛൻ എന്ത് ചെയ്യുന്ന ആളായിരുന്നു? അച്ഛൻ ഒരു കൂലിപ്പണിക്കാരനാണ്. കൂലിപ്പണി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് ജനിക്കുന്നതിന് മുമ്പ് കൂലിപ്പണിക്കാൻ പോകും. അതിനുശേഷം പിന്നെ ഞങ്ങൾ ജനിച്ചതിന് ശേഷം അച്ഛനെ ഞങ്ങൾ കാണുന്ന ഒരു ചായക്കടക്കാരനാണ്. കുറേ കാലം അച്ഛൻ ഈ MLA ക്വാർട്ടേഴ്സിൽ ഉൾപ്പെടെ ചായ അടിക്കാൻ നിൽക്കുന്ന ജോലിക്കാരനായിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ചായക്കട തുടങ്ങി. അത് എനിക്ക് തോന്നുന്നു 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലൊക്കെ ആകുമ്പം അച്ഛന് ചായക്കടയായി. ആ ചായക്കടയിൽ ഞങ്ങൾ അതുകൊണ്ട് കുട്ടിക്കാലം മുതൽ ഞങ്ങൾ ഈ ചായക്കടയിൽ അന്ന് ഈ ബോയിലറുണ്ട്, അതിലിടാനുള്ള അതിനിടാനുള്ള കരി വാങ്ങാൻ പോകണം. അറിയോ കരി? അത് ചാക്കിൽ അത് വാങ്ങിക്കൊണ്ടുവരിക, ചിരട്ട വാങ്ങിക്കൊണ്ടുവരിക, പിന്നെ അരി ആട്ടുക, പഴയ കല്ലല്ലേ? പഴയ കല്ലിൽ വടക്കാട്ടുക വീട്ടിൽ. ഇതൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ സ്കൂളിൽ പോണത്. അപ്പോൾ സ്കൂളിൽ പോകുമ്പോഴും ഞങ്ങൾക്ക് ഉച്ചഭക്ഷണം ചോറല്ല. രാവിലത്തെ ചായക്കടയിലെ ദോശ, രസവട, ചമ്മന്തി ഇതൊക്കെ കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പ്രീ ഡിഗ്രിക്കൊക്കെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് കഴിക്കുന്നത് ചായക്കടയിലെ പലഹാരങ്ങളാണ്, രാവിലത്തെ പലഹാരങ്ങൾ. അപ്പോൾ എൻ്റെ ചോറ് പൊതി എടുക്കുന്ന സമയത്ത് ഒരുപാട് പേര് എൻ്റെ കൂടെ കൂടും. കാരണം മറ്റൊരുക്കെ കൊണ്ടുവരുന്ന മീൻ പൊരിച്ചത്, വറുത്തത് നമ്മുടെ വെറൈറ്റിയാണ്. അതുകൊണ്ട് എൻ്റെ രസവട എടുക്കാൻ, എൻ്റെ നിന്നുള്ള ദോശ എടുക്കാൻ ഇതൊക്കെ നമ്മുടെ കൂട്ടുകാരൊക്കെ ഒരുമിച്ച് കൂടും. അപ്പം ഞാൻ അങ്ങനെ ഏകദേശം എനിക്ക് തോന്നുന്നത് കുറേ വർഷക്കാലം ഉച്ചഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ചായക്കട പലഹാരം, ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് ചായക്കടയിലുണ്ടാക്കുന്ന പലഹാരങ്ങൾ ആയിരുന്നു ഉച്ചഭക്ഷണം. അത് നമ്മുടെ ജീവിതമാർഗം കൂടിയാണ്. അത് ജീവിതമാർഗമാണ്. അങ്ങനെ ആയിരുന്നു. എന്നെക്കാളും ഇതിൽ കഠിനാധ്വാനം ചെയ്യുന്നത് അനിയനായിരുന്നു. കാരണം ഞാനൊരു പഠിപ്പിസ്റ്റും കൂടെ ആയിരുന്നു. അനിയൻ അത്ര പഠിക്കില്ലായിരുന്നു. അപ്പോൾ അവൻ വേണമെങ്കിൽ സ്കൂളിലൊക്കെ ഉഴപ്പിയിട്ടൊക്കെ ഇവിടെ നിൽക്കും. ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ സ്കൂളിൽ പോയും പഠിക്കും. അതൊക്കെ എൻ്റെ ഒരു രീതിയായിരുന്നു. അവൻ ഉഴപ്പനും അവൻ രക്ഷപ്പെടില്ല എന്നൊക്കെ പറയരുത്. അവൻ പഠിച്ച് അവൻ എന്തെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥർ വല്ല ക്ലർക്കോ അങ്ങനെയൊക്കെ ആവുമെന്ന് അച്ഛന് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അവൻ പക്ഷേ രസമെന്ന് പറഞ്ഞാൽ അവന് സർക്കാർ ജോലി കിട്ടി, എനിക്ക് സർക്കാർ ജോലി കിട്ടിയില്ല. എൻ്റെ വഴി വേറൊന്നായി. അവൻ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡ്രൈവറായിട്ട് ജോലി കിട്ടി. പക്ഷേ അവനാണ് കൂടുതൽ കഷ്ടപ്പെട്ടത്. ഈ നമ്മളന്ന് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കോളേജിലേക്ക് വരുന്നു. കോളേജിൽ വരുമ്പോൾ ABUP ഒക്കെ തിരുവനന്തപുരത്ത് ഇങ്ങനെ പച്ച പിടിച്ച് വരുന്നൊരു കാലത്താണ് ABUP-കാരനായിട്ട് വരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു അന്നത്തെ ABUP കാലം? അടിച്ച് കൈ തല്ലി ഓടിച്ചിട്ടുണ്ടല്ലേ? ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ കണക്കെടുത്ത് കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലാത്തി ചാർജിൽ പരിക്കേറ്റിട്ടുള്ള ആൾക്കാരുടെ പട്ടികയിൽ ഞാൻ കാണും. അങ്ങനെയുണ്ടോ? കാരണം 93 മുതൽ ഒരു 2013 വരെ ഞാൻ നിരന്തരം ഒരു തല്ലുകൊള്ളിയായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയൊന്നും എന്നെ അടിച്ചിട്ടില്ല. എന്നെ കൂടുതൽ അടിച്ചിട്ടുള്ള പോലീസുകാരാണ്.
കാരണം AVP കാലഘട്ടം, തിരുവനന്തപുരത്ത് AVP കാലഘട്ടത്തിൽ ഞാൻ പഠിച്ചത് പോളിടെക്നിക് പഠിച്ചിട്ടുണ്ട്. പോളിടെക്നിക്കിൽ വലിയ സംഘർഷങ്ങൾ നടക്കാറുണ്ട്. ഞാൻ ഈ പ്രവർത്തനത്തിൽ വന്നിട്ട് നേരെ ABVPയുടെ ചുമതലകളിലേക്ക് തന്നെ വന്നു. വീട്ടിൽ സമ്മതം ഉണ്ടായിരുന്നോ അതിൽ? ഏതിനാ? ഈ ABVP പ്രവർത്തനവും ഈ അടികൊള്ളലും ഒക്കെ ആയിട്ട് നടക്കും. അല്ല, ഞാൻ ശാഖയിൽ പോയി തുടങ്ങിയ ശേഷം അച്ഛൻ എന്നിലുള്ള കമ്മ്യൂണിസ്റ്റ് കൺട്രോൾ കുറഞ്ഞു തുടങ്ങി. പിന്നെ ശാഖയിൽ പോകുന്ന പിള്ളേർ നല്ല പിള്ളേരാവും എന്നുള്ള ഒരു ബോധ്യവും കൂടെ അച്ഛന് കിട്ടി. അച്ഛൻ പിന്നെ എതിർപ്പ് ലഘൂകരിച്ചു. ഇപ്പോൾ പിന്നെ അത് കഴിഞ്ഞൊരു ഞാൻ AVVPയുടെ ജില്ലാ പ്രമുഖക്കാകുന്ന സമയത്ത് അച്ഛൻ താമരച്ചിൻ്റെ വോട്ട് ചെയ്യുന്ന ആളായി തുടങ്ങി. അത് ശരി, അച്ഛൻ മാറി. അച്ഛനും കുടുംബം മുഴുവൻ മാറി, എല്ലാവരും മാറി. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ വലിയ മാറ്റം ഉണ്ടായി. അതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ വീട്ടിൽ പോകാറില്ല. ഞാനിങ്ങനെ AVP ഓഫീസിൽ കിടക്കും. യാത്രയാണെങ്കിൽ ട്രെയിനിൽ അൺറിസർവ്ഡ് കോച്ചിൽ തറയിൽ വിരിച്ചോ അല്ലെങ്കിൽ മറ്റേ ബാഗേജ് വയ്ക്കുന്ന അതിൻ്റെ പുറത്ത് കിടന്നോ ഒക്കെ ഇങ്ങനെ സ്ഥിരം AVP യാത്രയായിരുന്നു. കേരളം മുഴുവൻ ഞാൻ AVP യാത്രയായിട്ട് പോയിട്ടുണ്ട്. അല്ല, നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറയും അവരൊക്കെ വളരെ ത്യാഗപൂർണമായ അനുഭവങ്ങളിലൂടെ വളർന്നു വന്നവരാണ്. പക്ഷെ കേരളത്തിൽ അവരെക്കാളും ഒരുപാട് സഹനങ്ങൾ അനുഭവിച്ചവരാണ് കേരളത്തിലെ BJPക്കാർ, അല്ലേ? പലരും. ഇപ്പോൾ നമ്മൾ മുരളിയേട്ടൻ്റെ കാര്യം എടുത്താൽ പോലും അദ്ദേഹത്തിൻ്റെ പഴയ കാലം എനിക്കറിയാം. അപ്പോൾ അതുപോലെ ഇപ്പോൾ സുരേഷ് ജിയുടെ കാര്യം പറയുമ്പോഴും ഈ പറഞ്ഞതുപോലെ ഒരു നാട്ടിലെ ഒരു ചെറിയ ചായക്കട, അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം, അതിൽ നിന്ന് അരിഷ്ടിച്ച് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് അത് ഞങ്ങൾ ജോലിക്കാരെ നിർത്തില്ല. നമ്മൾ തന്നെ പഠിക്കും. ജോലിക്കാർക്ക് നിർത്തിയാൽ അതിനുള്ള വരുമാനം ഇല്ല. അതുകൊണ്ട് ഞാൻ അച്ഛൻ, അമ്മ, ഞാൻ, അനിയൻ, ഞങ്ങൾ 4 പേരാ. ജോലിക്കാരും മുതലാളി എല്ലാം ഞങ്ങളാണ്. അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുമ്പോൾ പിന്നെ ഒരു ഗുണമുണ്ട്. എന്തെങ്കിലും അധികാരം കിട്ടും. ഒന്നെങ്കിൽ പഞ്ചായത്ത് മെമ്പർ മുതൽ MLA വരെ, MP വരെ, മന്ത്രി വരെയൊക്കെ ആകാമെന്നുള്ള പ്രതീക്ഷയുണ്ട്. BJPയിലേക്ക് വരുമ്പോൾ ഒന്നുമില്ലല്ലോ. ഇപ്പോഴാണല്ലോ നമ്മൾ BJPയുടെ ഒരു സുവർണകാലം എന്ന് പറയുന്ന കാലത്തൂടെ നമ്മൾ കടന്നു പോകുന്നത്. അന്നൊക്കെ എനിക്ക് തോന്നുന്നു, അന്നൊക്കെ എന്തുകൊണ്ടാണ് അങ്ങ് BJPക്കാരനാകാൻ തീരുമാനിച്ചത്? കോൺഗ്രസോ CPM ആയിക്കൂടായിരുന്നോ? അല്ല, ഞാൻ BJPക്കാരനാകുന്നത് ആക്ച്വലി 2003 അതുവരെ ഞാനൊരു RSS ABVP. ഞാൻ എനിക്ക് BJPയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പാടില്ല. ഞാൻ വളരെ നേരത്തെ പറഞ്ഞതുപോലെ ഈ സംഘടനയുടെ ചിട്ടവട്ടങ്ങളിൽ മുറുകെ പിടിക്കാൻ എപ്പോഴും താല്പര്യം കാണിച്ചിട്ടുള്ള ഒരാളാണ്. മറ്റുള്ളവർ അങ്ങനെ തന്നെ നിൽക്കണം എന്ന് വാശിയും കൂടെ ഉള്ള ആളാണ്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ ABVPക്കാർ BJPയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പാടില്ല, BJPയുടെ പരിപാടി പോകാൻ പാടില്ല. കാരണം ABVP രാഷ്ട്രീയത്തിന് അതീതമാണ് എന്നുള്ള അതിനെക്കുറിച്ച് പ്രസംഗിക്കുകയും ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. ഞാനും മുരളിയേട്ടനൊക്കെ അങ്ങനെയാണ്. മുരളിയേട്ടനാണല്ലോ എൻ്റെ ഗുരു. 1986 ഞാൻ AVP ഓഫീസിലേക്ക് വന്ന് കയറുമ്പോൾ അവിടെ മുരളിയേട്ടൻ സംഘടനാ സെക്രട്ടറിയാണ്. ഞാനും മുരളിയേട്ടനുമായിട്ടാണ് ഓഫീസിൽ കിടന്നുറങ്ങുന്നതും യാത്ര ചെയ്യുന്നതും. മുരളിയേട്ടൻ്റെ തണലിലോ മുരളിയേട്ടൻ കൈപിടിച്ചോ ആണ് കഴിഞ്ഞ 40 വർഷമായിട്ട് മുമ്പോട്ട് പോകുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതായത് അത് ഒരു കാരണം അദ്ദേഹം ഞാൻ AVPക്കാരനാകുമ്പോൾ അദ്ദേഹം സംസ്ഥാന സംഘടനാ സെക്രട്ടറി. ഞാൻ അതിന് ശേഷം AVP പ്രവർത്തിച്ച് സ്റ്റേറ്റ് സെക്രട്ടറി ആകുമ്പോൾ അദ്ദേഹം ഓൾ ഇന്ത്യ സെക്രട്ടറി. ഞാൻ 2ാം ടേം സ്റ്റേറ്റ് സെക്രട്ടറി ആകുമ്പോൾ അദ്ദേഹം ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി. അങ്ങനെ AVPയിൽ. അതിനുശേഷം അദ്ദേഹം നെഹ്റു യുവകേന്ദ്രയുടെ ഡയറക്ടർ ജനറൽ ആകുമ്പോൾ ഞാൻ നെഹ്റു യുവകേന്ദ്രയുടെ അഡ്വൈസറി കമ്മിറ്റിയിലേക്ക് വരും. അപ്പോൾ മുൻപിൽ അദ്ദേഹം നിൽപ്പുണ്ട് എപ്പോഴും. അത് കഴിഞ്ഞ് അദ്ദേഹം BJPയുടെ ട്രെയിനിങ് സെല്ലിൻ്റെ ആളായിട്ട് മാറുന്ന സമയത്ത് ഞാൻ BJPയുടെ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി ആകുന്നു. അതിനുശേഷം അദ്ദേഹം BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് വരുന്ന സമയത്ത് ഞാൻ BJPയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻ്റ് ആകുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ 5 വർഷവും ഞാൻ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനുശേഷം അദ്ദേഹം BJPയുടെ മുതിർന്ന നേതാവായിട്ടിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ താഴെ ഓരോ ചുമതലകളായിട്ട് ഇപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിനോടൊപ്പം കോറിൽ ഇരിക്കാൻ പറ്റുന്ന ചുമതലയിലേക്ക് ഇപ്പോൾ വന്നു. 1 വർഷമായിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴും മുരളിയേട്ടൻ എൻ്റെ മുകളിൽ ഒരു ഗൈഡിങ് ലൈറ്റാണ്. ഉണ്ട്. അത് ഞങ്ങൾ സ്നേഹിച്ചും എതിർത്തും ബഹളം വെച്ചും അനുസരിച്ചും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രേരണയും അദ്ദേഹത്തിൻ്റെ ഒരു ഇതും എപ്പോഴും
കൂടെ ഉണ്ട്. അത് അങ്ങനെയാണ് ഞാൻ എപ്പോഴും കാണാറുള്ളത്. അങ്ങനെ തുടർച്ചയായിട്ട് ഈ 40 വർഷം ഇങ്ങനെ എൻ്റെ തൊട്ട് മുകളിലായിട്ട് അദ്ദേഹം നിൽക്കുന്നു എന്ന് പറയുന്നത് അങ്ങനെ ഇദ്ദേഹം മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. മറ്റാരുമില്ല. ശരി. അതൊരു സ്പെഷ്യാലിറ്റിയാണ്. പിന്നെ മുകുന്ദേട്ടൻ എനിക്കല്ല, എൻ്റെ കുടുംബത്തിന് എപ്പോഴും ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വം മുകുന്ദേട്ടനാണ്. കാരണം AVPയിൽ കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരുന്ന എന്നെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചത് മുകുന്ദേട്ടനാണ്. മുകുന്ദേട്ടൻ അതിനുവേണ്ടി വലിയൊരു എഫർട്ട് എടുത്തു. കാരണം AVPയിൽ നിന്ന് BJPയിലേക്ക് അന്ന് എൻട്രി എളുപ്പമല്ല, എത്ര എളുപ്പമല്ലായിരുന്നു. അത് നമുക്കന്ന് അങ്ങനെയുള്ള ആഗ്രഹം പ്രകടിപ്പിക്കാൻ പോലും പാടില്ല, നമുക്കതില്ല ആ സമയത്ത്. അപ്പോൾ ഞാൻ AVPയിൽ കേരളം മുഴുവൻ ഏറ്റവും കൂടുതൽ ക്യാമ്പസുകളിൽ പ്രസംഗിച്ചിട്ടുള്ള ആൾ ഞാനായിരിക്കും. AVP ഒരു ഞങ്ങളുടെ സ്കൂൾ ഓഫ് തോട്ടിൽ ഏറ്റവും കൂടുതൽ ക്യാമ്പസിൽ പ്രസംഗിച്ചിട്ടുള്ള ആൾ ഞാനാണ്. ഏറ്റവും കൂടുതൽ ലാത്തിചാർജ് പരിക്കെടുത്തിട്ടുള്ള ആൾ ഞാനായിരിക്കാം. പിന്നെ തിരുവനന്തപുരത്തൊക്കെ SFI ആയിട്ട് അടിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് ആ സമയത്ത് ഞങ്ങൾ സംഘത്തെ ഒന്നും കൂടുതൽ ആശ്രയിക്കില്ലായിരുന്നു, നമ്മൾ തന്നെ മതിയായിരുന്നു. AVP സംവിധാനം ഉപയോഗിച്ച് തന്നെ SFIക്കാരുമായിട്ട് ആദർശപരമായിട്ടും ഫൈറ്റ് ചെയ്യും. ഇനി വേണമെങ്കിൽ ഞങ്ങൾ കാരണം MG കോളേജിൽ നിന്നൊക്കെ വരുന്ന ഞങ്ങളുടെ പ്രവർത്തകരെ യൂണിവേഴ്സിറ്റി കോളേജിൽ വലിച്ചിറക്കി വഴിയിലൂടെ വലിച്ചിഴച്ച് യൂണിവേഴ്സിറ്റിയുടെ ഇടി റൂമുകളിൽ കൊണ്ടുവച്ച് ഇടിച്ച് നശിപ്പിക്കും. അവൻ്റെ ജീവിതം തന്നെ തകർക്കുന്ന അതിക്രൂരതകളൊക്കെ നിറകണ്ണുകളോട് കണ്ടു നിന്നിട്ടുള്ളവരാണ്. കാരണം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു. MG കോളേജിലൊക്കെ നമ്മൾ പ്രതീക്ഷയുള്ള ഒരു പ്രവർത്തകൻ ഉയർന്നു വന്നാൽ അവനെ 2 ആഴ്ചയ്ക്കുള്ളിൽ ഒരു നശിപ്പിച്ചു കളയും. അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് കോളേജിൽ നല്ല ടാലൻ്റുള്ള കുറേ ആൾക്കാർ AVPയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ കയറി അടിക്കുക, ഭയങ്കര പ്രശ്നമായി. വീട്ടിൽ കയറി അടിക്കുക, അയ്യോ അതിക്രൂരമായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ സഹി കേട്ടപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു, ഞങ്ങളുടെ ഒരു പ്രവർത്തകന് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു ചെയ്യും. അങ്ങനെ തിരുവനന്തപുരത്ത് 95 മുതൽ 2000 വരെ 2001 വരെ SFIക്കാരുമായിട്ട് ഇഞ്ചോടിഞ്ച്, പല്ലിന് പല്ല്, നഖത്തിന് നഖം, ആദർശത്തിന് ആദർശം, എല്ലാം. ഇലക്ഷനാണെങ്കിൽ സെനറ്റിലേക്ക് ഇലക്ഷൻ മത്സരിക്കുന്നു, യൂണിവേഴ്സിറ്റി കോളേജിൽ ഞങ്ങൾ മത്സരിച്ചു, ആർട്സ് കോളേജിൽ മത്സരിച്ചു. അങ്ങനെ SFIയുടെ കോട്ടകളിലൊക്കെ ഞങ്ങൾ അവനെ ഞെട്ടിച്ച് മത്സരിപ്പിച്ചു. സെനറ്റിലേക്ക് ജയിച്ചു. ഞാൻ AVPയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് കേരളത്തിൽ സെനറ്റിലേക്ക് ഇലക്റ്റഡ് മെമ്പർ ആയിട്ട് സെനറ്റിൽ മഹേഷ് ചന്ദ്രൻ, ഇപ്പോൾ SBIയുടെ കൽക്കട്ടയിലെ AGM തലത്തിൽ ഇരിക്കെ അദ്ദേഹം ജയിച്ചു വന്നു. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഒരിടത്ത് പോലും SFIയെ ചോദ്യം ചെയ്യാതെ വിട്ടിട്ടില്ല. അങ്ങനെ സെനറ്റ് അവരുടെ ഗുണ്ടാസംഘം മുഴുവൻ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൻ്റെ അകത്തായിരുന്നു. ഹോസ്റ്റലിൽ കയറി ഞങ്ങൾ വേറൊരു ഗുണ്ടാസംഘം എഞ്ചിനീയറിംഗ് കോളേജ് CET ഉണ്ടല്ലോ, CET എഞ്ചിനീയറിംഗ് കോളേജിനകത്ത് ഹോസ്റ്റൽ അവരുടെ ഗുണ്ടാസംഘത്തിൻ്റെ ആസ്ഥാനമായിരുന്നു. ഞങ്ങൾ അവിടെയും കയറി അവർക്ക് വെല്ലുവിളി ഉണ്ടാക്കി. സ്റ്റുഡൻറ്റ് സെൻറ്റർ അവരുടെ പകൽ സമയത്തുള്ള ആസ്ഥാനമായിരുന്നു. സ്റ്റുഡൻറ്റ് സെൻറ്ററിനകത്ത് AVPക്കാർ കയറി. SFIക്ക് ഒരിടത്തും ഇരുന്ന് സ്വസ്ഥമായിരിക്കാൻ പറ്റാത്ത തിരുവനന്തപുരം ഞങ്ങൾ 5-6 വർഷം കൊണ്ടുണ്ടായി. അല്ല, അത് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇവരുടെ ഈ പറഞ്ഞ 3 കേന്ദ്രങ്ങളും ഇവരുടെ ഒരു അധോലോക കേന്ദ്രങ്ങളായിരുന്നു. അവിടെ കയറി അടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്തു. ഞങ്ങളുടെ പ്രവർത്തകനെ തൊട്ടാൽ അതിന് മറുപടി കിട്ടും എന്ന് SFIക്കാർക്ക് ബോധ്യപ്പെടുത്തിയ കാലഘട്ടമായിരുന്നു അത്. നമ്മൾ മൂന്നേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സ്കിപ്പ് ചെയ്തു വന്നു. അപ്പോൾ മൂന്നേട്ടൻ എന്നോട് ഒരു ദിവസം പറഞ്ഞു, ഇങ്ങനെ ഇനി AVP 10-15 കുറേ വർഷമായില്ലേ, ഇനി AVP എന്നല്ല, ഇനി BJPയിലേക്ക് വരണമെന്ന് പറഞ്ഞു. എങ്ങനെ വരാം, അത് ഞാൻ നോക്കിക്കോളാം. ആരെങ്കിലും BJPയിലേക്ക് വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്നൊന്നും പറഞ്ഞില്ല. അതൊരു ആജ്ഞയായിരുന്നു, അതൊക്കെ അനുസരിക്കുന്നു. അപ്പോൾ അതിനുശേഷം അന്ന് AVPയുടെ സംഘടനാ സെക്രട്ടറി ഉമാകാന്തേട്ടനാണ്. ഞങ്ങൾക്ക് ഈ ഫ്രീഡം മുഴുവൻ തന്നത് ഉമാകാന്തേട്ടനാണ്. മുരളിയേട്ടൻ മാറി ഉമാകാന്തേട്ടൻ വന്നു. മുരളിയേട്ടൻ കണിശക്കാരനും എനിക്ക് തോന്നുന്നു മുരളിയേട്ടൻ്റെ ആ കണിശതയാണ് കുറച്ച് അങ്ങേക്കുള്ളത്. അതൊക്കെ കുറച്ച് കിട്ടിയിട്ടുണ്ട്. ആ കണിശക്കാരനും സ്ട്രിക്റ്റും ഒക്കെയാണ്. ഉമാകാന്തേട്ടൻ വന്നതിന് ശേഷം ഉമാകാന്തേട്ടൻ വേറെ എല്ലാവരും ഒരു തുറന്നു വിടും, നമുക്ക് എന്ത് ചെയ്യാം, പുള്ളി അതിൻ്റെ ഓണർഷിപ്പൊക്കെ എടുത്തോളും. പക്ഷെ നമുക്ക് ഭയങ്കര ഒരു വലിയൊരു സ്വാതന്ത്ര്യം കൂടെ കിട്ടിയിരുന്നു. മുരളിയേട്ടൻ തരുന്നതിൻ്റെ എത്രയോ ഇരട്ടി സ്വാതന്ത്ര്യം കിട്ടിയിരുന്നു. അതോടുകൂടി
അതിനുശേഷമാണ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ നമുക്ക്. അതൊക്കെ അങ്ങ് ചെയ്തു പോയി. അപ്പോൾ ഉമാകാന്തേട്ടനോട് മുരളിയേട്ടൻ ഉമാകാന്തേട്ടനോട് മുകുന്ദേട്ടൻ സംസാരിച്ചു. സംഘമൊക്കെയായിട്ട് ആലോചിച്ചു. ആലോചിച്ചിട്ട് ഒരു ദിവസം എന്നോട് ഉമാകാന്തേട്ടൻ സംഘടനാ സെക്രട്ടറി വിളിച്ചു പറഞ്ഞു, മുകുന്ദേട്ടൻ വല്ലതും പറഞ്ഞോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ BJP വരണമെന്ന് പോകേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല എന്നൊന്നും പറഞ്ഞുള്ളയില്ലെന്ന്. ശരി, ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട് എന്ന് മാത്രം മതി. ഉമാദേട്ടൻ അങ്ങനെയൊക്കെ പറയുള്ളൂ, വളരെ മിതഭാഷിയാണ്. അത് കഴിഞ്ഞപ്പോൾ യുവമോർച്ച സുരേന്ദ്രൻ പ്രസിഡൻ്റായിട്ട് വന്നു. സ്വാഭാവികമായിട്ട് യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് നേരിട്ട് BJP വരുന്നു. അങ്ങനെയാണ് പിന്നെ BJP എൻട്രി നേരിട്ട് സംസ്ഥാന സെക്രട്ടറി ആയിട്ടാണ്, യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടാണ്. എനിക്ക് തോന്നുന്നു മുകുന്ദേട്ടൻ പറഞ്ഞത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. അത് പിന്നെ രാഷ്ട്രീയമല്ലേ, അപ്പോൾ അത് നടന്നിട്ടുണ്ട്. കാരണം വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള വേറെ ഒരുപാട് പേരുണ്ട്. നമ്മൾ വന്നിട്ട് സെക്രട്ടറി ആയി. കെ സുരേന്ദ്രൻ്റെ കീഴിൽ 6 വർഷം യുവമോർച്ച ടീമിലുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ കോളം കൊട്ടാരത്തിൽ ഓടയിൽ കിടന്ന് ഞാനും, ഓടയിൽ അടിയിൽ സുരേന്ദ്രനും മുകളിൽ ഞാനുമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആ ഓടയിലിട്ടാണ് ഞങ്ങൾ അടിക്കുന്നത്. യുവമോർച്ചയുടെ ഒരു സുവർണ്ണ കാലമായിരുന്നു അത്. നല്ല പോരാട്ടമായിരുന്നു, പോരാട്ട വീര്യം കാണിച്ച കാലഘട്ടം. അങ്ങനെ സുരേന്ദ്രൻ്റെ ടീമിലൂടെ മുകുന്ദേട്ടൻ്റെ ഇനിഷ്യേറ്റീവിൽ വന്നു. മുകുന്ദേട്ടനെ കുറിച്ച് സ്മരിക്കുന്ന വേറെയുണ്ട്. ഞങ്ങൾക്ക് വരുമാനമൊന്നുമില്ലായിരുന്നു. അഞ്ജനയും ABVPക്കായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും. അഞ്ജനയും ഒരു ചായക്കട, അഞ്ജന ജീവിച്ചത് മുഴുവൻ ചായക്കടയിലാണ്. വീട്ടിലൊന്നും അല്ലായിരുന്നു. ഒരു ചായക്കടയിൽ, ചെറിയൊരു കെട്ടിമറച്ച ചായക്കടയിലായിരുന്നു അഞ്ജനയുടെ LLBയും LLMും ഒക്കെ. അപ്പോൾ അത് പത്തനംതിട്ട. അപ്പം ഞങ്ങൾ കല്യാണം കഴിച്ചു. ABVP വിട്ടതിന് ശേഷം ആയിരുന്നു. അത് ABVP കാലഘട്ടത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ വളരെ സീനിയറാണ്, സംഘടനാപരമായിട്ടുള്ള വളരെ സീനിയറാണ്. എൻ്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിച്ച ഒരു വലിയ ടീമിൽ ഉള്ളതാണ് അഞ്ജന. പക്ഷേ ABVP വിട്ടതിന് ശേഷം ഒരു 2 വർഷം ഗ്യാപ്പ് ഇട്ടു. കാരണം ABVPയിൽ നിന്ന് നേരിട്ട് കല്യാണം കഴിക്കുന്നത് ഒരു നല്ല കീഴ്വഴക്കമല്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ട് ഞാൻ ABVP 2000 വിട്ടു. 2003 അഞ്ജന വിട്ടു. 2005 ഞങ്ങൾ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ അത് ABVP വിട്ടതിന് ശേഷമാണ് കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നത്. അതിനുശേഷം പിന്നെയും ഒരു ഗ്യാപ്പ് ഇട്ടു. കാരണം അങ്ങനെ ഒരു ABVP നേരെ കല്യാണം കഴിച്ചു പോകുന്നത് അതൊരു കീഴ്വഴക്കം നല്ലതായിരിക്കില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഒരു SFI സ്റ്റൈലാണ്, വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. എൻ്റെ വീട്ടിലും വലുതായിട്ടൊന്നുമില്ല, അഞ്ജനയുടെ വീട്ടിലൊന്നുമില്ല. അതാണ് അവസ്ഥ. ഞങ്ങളങ്ങ് തീരുമാനിച്ചു, പ്രാക്ടീസ് തുടങ്ങി. ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു. ശാസ്ത്രമംഗല സാറിൻ്റെ കീഴിൽ വക്കീലെന്ന നിലയിൽ നന്നായിട്ട് പ്രാക്ടീസ്. മർഡർ കേസ് ഉൾപ്പെടെ നടത്താൻ പറ്റുന്ന അവസരം എനിക്ക് വക്കീലെന്ന നിലയിൽ കിട്ടി. ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ രാഷ്ട്രീയക്കാരനായില്ലെങ്കിൽ ഞാൻ നല്ലൊരു ക്രിമിനൽ ലോയറായനെ. ആ രീതിയിൽ നല്ലൊരു എക്സ്പോഷർ കിട്ടി. അങ്ങനെ കുറച്ച് വരുമാനമൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു. ആ വരുമാനം വെച്ച് ഞങ്ങളിങ്ങനെ ജീവിച്ചു. അതിനിടയിൽ ഞാൻ ജില്ലാ ജനറൽ സെക്രട്ടറിയും പാർട്ടിയിലേക്ക് സജീവമായപ്പോൾ എനിക്ക് കോടതിയിൽ പോകാൻ പറ്റാതായി. അങ്ങനെ വന്നപ്പോൾ മുകുന്ദേട്ടൻ ഒരു ദിവസം അഞ്ജനയോട് വിളിച്ച് ചോദിച്ചു, കൊച്ചിന് പാല് വാങ്ങാൻ അവൻ പൈസ വല്ലതും കൊണ്ട് വരാറുണ്ടോ എന്ന് ചോദിച്ചു. അഞ്ജന പറഞ്ഞു, മുകുന്ദേട്ടൻ അറിയാമല്ലോ കാര്യങ്ങൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ ഒരിടത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അഞ്ജന ആ സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട് അവിടെ ഒന്ന് പോയി കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് മുകുന്ദേട്ടൻ വാങ്ങിച്ചു തന്ന ജോലിയാണ് ഇന്നും എൻ്റെ വരുമാന മാർഗ്ഗം. അഞ്ജന ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ്റെ ലീഗൽ അഡ്വൈസറായിട്ട് കോൺട്രാക്റ്റ് അടിസ്ഥാനത്തിൽ മുകുന്ദേട്ടൻ അന്നത്തെ എനിക്ക് തോന്നുന്നു CEO ഒരു മഹേഷോ അങ്ങനെ ആരോ ആയിരുന്നു, അദ്ദേഹത്തിനോട് വിളിച്ചു പറഞ്ഞിട്ട് ആക്കി. ഇന്നും ആഴ്ചയിൽ 2 ദിവസം 2-3 ദിവസം അഞ്ജന അവിടെ പോയിട്ട് അവിടെ നിന്നുള്ളൊരു വരുമാനം അന്ന് മുകുന്ദേട്ടൻ തയ്യാറാക്കി തന്നു. ഇപ്പോഴുണ്ടത്. ആ മുകുന്ദേട്ടൻ അന്നത് ചെയ്തില്ല എങ്കിൽ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതം കുഴപ്പത്തിലായിപ്പോയനെ. അല്ല, അങ്ങനെ ഒരു കരുതൽ മുകുന്ദേട്ടൻ ഒരുപാട് പേരോട് ചെയ്തിട്ടുണ്ട്. അയ്യോ, മുകുന്ദേട്ടൻ എന്നോട് എന്നെ ശാസിക്കുന്നതിനും എന്നെ ഉപദേശിക്കുന്നതിനേക്കാൾ ഞാൻ എന്താണെന്ന് മനസ്സിലാക്കാൻ എൻ്റെ മോളോടും എൻ്റെ ഭാര്യയോടുമാണ് അദ്ദേഹം അന്വേഷിക്കുന്നത്. എന്നിട്ട് അതിന് പരിഹാരം അദ്ദേഹം ചെയ്തതിന് ശേഷം എന്നെ വിളിച്ചു പറയും, ശ്രദ്ധിക്കണം, വീട്ടുകാരെയും കൂടെ നോക്കണം, കൊച്ചു മിടിക്കുകയാണ്, അവളെ ശ്രദ്ധിക്കണം. അതിനുവേണ്ടിയുള്ള വ്യവസ്ഥ ചെയ്തതിന് ശേഷം എനിക്ക് എന്നോട് വിളിച്ച് പറയുക.
അപ്പോൾ അതുകൊണ്ട് നമുക്കൊരിക്കലും ഒരു പ്രചാരക എന്ന നിലയിൽ നമ്മളെ ഇങ്ങനെ എന്താ ചേർത്ത് പിടിക്കുന്ന ആൾക്കാരുടെ പട്ടികയിൽ അഗ്രേസർ 1-ാം സ്ഥാനം മുതേട്ടൻ. ഒത്തിരി പേരുണ്ട്. ഒരുപാട് സംഘത്തിൻ്റെയും AVP-യുടെ ഉമാകാന്തേട്ടനെ കുറിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, മുരളിയേട്ടനെ കുറിച്ച് സൂചിപ്പിച്ചു. അതോടൊപ്പം തന്നെ നമുക്കിങ്ങനെ പറയാൻ പറ്റുന്ന ഒത്തിരി പ്രചാരകന്മാരും സംഘപ്രവർത്തകരൊക്കെ ഉണ്ട് നമ്മളെ ചേർത്ത് പിടിച്ച് നമ്മളെ ഇന്ന് ഈ തലത്തിലേക്ക് എത്തിച്ചതിൻ്റെ പ്രേരണാ സ്രോതസ്സുകളായിട്ട് ഒരുപാട് പേരുണ്ട്. പക്ഷെ അതിൽ മൂന്നേട്ടനെ ഒരിക്കലും വിസ്മരിക്കാം. അല്ല, മൂന്നേട്ടനെ കുറിച്ച് എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേർ. അതൊരു വല്ലാത്തൊരു പ്രതിഭാസമായിരുന്നു മൂന്നേട്ടൻ, അല്ലേ? അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനോടൊപ്പം അവസാന ദിവസങ്ങളിൽ ഞാനും എൻ്റെ കുടുംബം മുഴുവനുണ്ടായിരുന്നു. കാരണം അതായിരുന്നു മൂന്തേട്ടൻ എൻ്റെ ഒരു അച്ഛൻ്റെ സ്ഥാനത്തോ അല്ലെങ്കിൽ അഞ്ജനയുടെ ഒരു അച്ഛൻ്റെ സ്ഥാനത്തോ അല്ലെങ്കിൽ ഒരു ഗുരുനാഥൻ്റെ സ്ഥാനത്തോ വീട്ടുകാരും ശ്രദ്ധിക്കുന്ന ഒരു അച്ഛൻ്റെ സ്ഥാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ BJP-യിലേക്ക് വന്നിട്ട് എത്ര വർഷമായി? ഞാൻ 2003 ഇപ്പോൾ 23 വർഷം കഴിഞ്ഞു. 23 വർഷമായി. 23ാമത്തെ വർഷം BJP കേരളത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയായിട്ട് മാറി. ഇതിൻ്റെ ഈ വളർച്ചയെ എങ്ങനെയാണ് കാണുന്നത്? 2003 BJPയും 2026 BJP. എനിക്ക് 2003 BJPയിൽ വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഈ പഠിക്കുക, വായിക്കുക, പിന്നെ ഒരു ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊരു സാധനം തയ്യാറാക്കും. അത് 10 വർഷത്തിന് ശേഷം എങ്ങനെ ആയിരിക്കണം, 3 വർഷത്തിന് ശേഷം ഇങ്ങനെ, ഇതൊക്കെ പണ്ട് മുതൽ എനിക്കൊരു ശീലമുണ്ട്. അപ്പോൾ 2004 ഞാൻ വന്നിട്ട് ഞാൻ ഒരു പുസ്തകം തയ്യാറാക്കി. ഒരു 10, 50, 60 പേജുള്ളൊരു പുസ്തകം തയ്യാറാക്കിയിട്ട് ഞാൻ മിഷൻ 2014 അതായിരുന്നു 2004 ഞാൻ വന്നിട്ട് ഞാൻ BJPയിൽ തയ്യാറാക്കിയത് 2014 10 വർഷത്തെ പ്ലാനാണ്. പ്ലാൻ തയ്യാറാക്കി. എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, ഞാൻ മടയത്രയാണോ കാണിക്കുന്നത്, BJPയിലൊക്കെ ഇങ്ങനെ കൊണ്ടോ ഒന്നും അറിയില്ല. ഞാൻ AVP നിന്ന് വന്നല്ലേ. അതൊക്കെ തയ്യാറാക്കി, അതൊക്കെ കൊണ്ട് മൂന്നെണ്ണ കാണിച്ചു. അത് കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ചില ആൾക്കാരൊക്കെ ഒന്ന് കാണിച്ചു. ചില ആൾക്കാർ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞവരുണ്ട്. ചില ആൾക്കാർ കൊള്ളാമെന്ന് പറഞ്ഞു. ചില ആൾക്കാർ പറഞ്ഞു ഇതൊക്കെ നടപ്പാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. എന്തായാലും അത് എനിക്ക് കൊള്ളാമെന്ന് പറഞ്ഞവരും എന്നെ പ്രോത്സാഹിപ്പിച്ചതും അതാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇത് കൊള്ളില്ല ഇത് എന്ന് പറയാൻ കേൾക്കാൻ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. എൻ്റെ മനസ്സ് അതെ. പക്ഷേ അങ്ങനെ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്ക് യുവമോർച്ചയിലൊന്നും നമുക്ക് വളരെ പ്രത്യേകിച്ച് ഗ്രൗണ്ടിൽ ചെയ്യാനായിട്ടൊന്നുമില്ല വലുതായിട്ടില്ല, ഒരു പരിധിക്കപ്പുറം ഇല്ല. എന്നാൽ അതൊരു ബഹളവും യുവമോർച്ച പ്രസംഗവും സമരങ്ങളും അത് ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേഷനാണ് യുവമോർച്ചയിൽ കൂടുതൽ ചെയ്യാൻ പറ്റുക. പിന്നെ ഒരു ക്രീം യങ്സ്റ്റേഴ്സിനെ പാർട്ടിയിലേക്ക് കണ്ടെത്താൻ ഒരു അരിപ്പാണ്. അതാണ് എനിക്ക് പാർട്ടിയിൽ എനിക്ക് ചെയ്യാൻ സാധിച്ചത്. ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചത് എൻ്റെ പഞ്ചായത്ത് ശ്രദ്ധിച്ചു. യുവമോർച്ചയുടെ ഭാരവാഹി BJPയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ഞാൻ ശ്രദ്ധിച്ചത് എൻ്റെ പഞ്ചായത്ത് ശ്രദ്ധിച്ചു. ആ പഞ്ചായത്ത് ഒരു മാതൃകാ പഞ്ചായത്താക്കണം, പിടിച്ചെടുക്കണം എന്ന് ശ്രദ്ധിച്ചു. അതിൽ പണിയെടുത്തിട്ട് എടുത്ത് ഒരു 10 വർഷം കഴിഞ്ഞപ്പോൾ പഞ്ചായത്ത് BJP ഭരണത്തിന് കീഴിലായി. ഒരു മെമ്പർ ഉണ്ടായിരുന്നു, കല്ലിയൂർ പഞ്ചായത്ത്. ഒരു മെമ്പർ ഉണ്ടായിരുന്നു. അത് ഞാനൊന്നും ഉണ്ടാക്കിയതല്ല, അത് നമ്മുടെ സീനിയറായിട്ടുള്ള കാര്യകർത്താക്കന്മാരുണ്ട്. അത് 4 ആവുന്ന സമയത്താണ് ഞാൻ കുറച്ചൊക്കെ പാർട്ടിയിൽ സജീവമായി തുടങ്ങി. അത് പിന്നെ 8 അത് 10 ഭരണം കിട്ടി. 7-8 വർഷം ഞങ്ങളുടെ ഭരണത്തിലായിരുന്നു. ഇപ്പോൾ കോൺഗ്രസും CPM ഒരുമിച്ച് ചേർന്നിട്ടാണ് നമ്മുടെ ഭരണം പോയത്. അപ്പോൾ ഭരണം കല്ലിയൂർ പഞ്ചായത്ത്, എൻ്റെ വാർഡ് 25 വർഷമായിട്ട് BJP-യാണ്. എൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ 15 വർഷമായിട്ട് BJP-യാണ്. അപ്പോൾ എൻ്റെ ജില്ലാ പഞ്ചായത്ത് ഒരു വേള BJP ജയിച്ചു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത്, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ നാട്ടുകാർ, ഞാൻ ജനിച്ച സ്ഥലത്ത്, ആ ബൂത്തിൽ, ആ വാർഡിൽ റിസൾട്ട് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഇനി നാളെ നാഷണൽ പ്രസിഡൻ്റ് ആയാലും സ്റ്റേറ്റ് പ്രസിഡൻ്റ് ആയാലും സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി എന്തായാലും ഈ റിസൾട്ട് ഉണ്ടാക്കുകയും അത് നിലനിർത്തുകയാണ് വേണ്ടത് എന്നുള്ളത് എൻ്റെ ഒരു ബോധ്യം എന്ന വിശ്വാസമാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ പല ആളുകൾക്കും, ഞാൻ BJP എന്നല്ല, പല രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അവരുടെ സ്വന്തം നാട്ടിൽ ഒരു സ്വാധീനവുമില്ല. അത് നിലനിർത്തുക. ഞാനത് കഴിഞ്ഞ
കാൽ നൂറ്റാണ്ടായിട്ട് അത് നിലനിർത്താൻ സാധിച്ചു എന്നുള്ളതാണ് അതൊരു വലിയ നേട്ടമാണ്. രാഷ്ട്രീയ നേട്ടത്തിൽ ആദ്യത്തെ രാഷ്ട്രീയ നേട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് വാർഡ് എൻ്റെ ബൂത്ത് 25 വർഷമായിട്ട് പാർട്ടി ഒന്നാമതാണ്. എൻ്റെ വാർഡ് 25 വർഷമായിട്ട് താമര ജയിക്കുന്ന വാർഡാണ്. ഇതാണ് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ആദ്യ നേട്ടം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2014 പാർലമെൻറ്റ് ഇലക്ഷൻ്റെ ചാർജ് എനിക്കായിരുന്നു. അത് രാജേട്ടൻ മത്സരിച്ച രാജേട്ടൻ. അതാണ് എനിക്ക് കിട്ടുന്ന ആദ്യത്തെ ചുമതല. അപ്പോൾ ഞാൻ ജില്ലാ പ്രസിഡൻ്റ് ആയി കഴിഞ്ഞിട്ടേ ഉള്ളൂ. 2000-ലാണ് 2010 ജില്ലാ ജനറൽ സെക്രട്ടറി ആയി. 13 വരെ തിരുവനന്തപുരത്തെ ബൂത്ത് എന്ന് പറഞ്ഞ് യാത്ര ചെയ്തത്. ഏറ്റവും കൂടുതൽ ബൂത്തിൽ തിരുവനന്തപുരത്ത് എത്തിയിട്ടുള്ള പ്രവർത്തകൻ ഞാനായിരിക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ തന്നെ ആയിരിക്കും. ഞാനത് തന്നെയായിരുന്നു. ബൂത്തിലേക്ക് എത്ര, പഞ്ചായത്തിലേക്ക് എത്ര. എനിക്കൊരു സ്കൂട്ടർ ഉണ്ടായിരുന്നു. ആ സ്കൂട്ടർ വെച്ച് ഇങ്ങനെ യാത്രയായിരുന്നു. അപ്പോൾ അത് കരമന ജയനായിരുന്നു അപ്പോൾ ജില്ലാ പ്രസിഡന്റ്. അപ്പോൾ അദ്ദേഹം സ്വാതന്ത്ര്യം തന്നിരുന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് വർക്കല മുതൽ പാറശാല വരെയുള്ള എല്ലാ ബൂത്തുകളിലും എല്ലാ പഞ്ചായത്തുകളിലും നിരന്തരം എത്തുന്ന സ്കൂട്ടർ ഓടിച്ചത്. അങ്ങനെ 2013 വരെ ഇരിക്കുമ്പോഴാണ് യാദൃശ്യമായിട്ട് ഞാൻ ജില്ലാ പ്രസിഡന്റ് ആവുന്നത്. ഞാൻ മത്സരിക്കാനൊന്നും പോയില്ല. എന്നെ എല്ലാവരും കൂടെ തീരുമാനിച്ച് സംഘവും പാർട്ടിയും എല്ലാം കൂടെ തീരുമാനിച്ച് ജില്ലാ പ്രസിഡന്റ് ആക്കി. മത്സരിച്ചവർ വേറെ 2 പേരാണ്. അവർക്ക് വിഷമമുണ്ടായി. കാരണം അവർ 2 പേരും വെട്ടി ഞാൻ ജില്ലാ പ്രസിഡന്റ് ആയിപ്പോയി എന്നുള്ളതുകൊണ്ട്. ഞാൻ പോലും അറിയാതെ ഞാൻ ജില്ലാ പ്രസിഡന്റായി. അത് കഴിഞ്ഞിട്ട് അത് 2020 ജനുവരി 1 വരെ തുടർന്നു. 7 വർഷക്കാലം ഞാൻ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. ആ സമയത്താണ് ആദ്യമായിട്ട് ഒരു വലിയൊരു തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല വരുന്നത്. 2014 രാജേട്ടൻ്റെ. അപ്പോൾ എനിക്ക് തിരുവനന്തപുരം പാർലമെൻറ്റിലെ എല്ലാ ബൂത്തുകളുടെയും നിജസ്ഥിതി എന്താണെന്ന് എനിക്കറിയാം. ആ സമയത്ത് ഓഡിയൻ്റെ ഡാറ്റ കയ്യിലുണ്ട്. അതുകൊണ്ട് ഭയങ്കര ആത്മവിശ്വാസത്തോടെ നമ്മൾ വർക്ക് ചെയ്തത്. 14,000 വോട്ടിന് രാജേട്ടൻ തോറ്റു. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു പാർലമെൻറ്റിൽ താമര 2ാം സ്ഥാനത്തേക്ക് എത്തുന്ന ഇലക്ഷൻ അതായിരുന്നു. തോറ്റു. പക്ഷേ തോറ്റത് ഭയങ്കര നിരാശയായി. എനിക്ക് തോന്നുന്നു ഒരു 2 ദിവസം അതീവ മാനസിക സംഘർഷത്തിലായിരുന്നു. തോറ്റുപോയല്ലോ, രാജേട്ടനെ പോലുള്ളൊരു മനുഷ്യൻ. പക്ഷേ പിന്നെ എവിടുന്നോ കിട്ടിയ ഒരു പ്രചോദനം. ഇറങ്ങിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചു 2010 ഞങ്ങൾ തോറ്റിട്ടില്ല. 2014 BJP ജയിച്ചു തിരുവനന്തപുരത്ത് എന്നൊരു ബോധ്യം വന്നു. അത് കാരണം 7 അസംബ്ലിയിൽ 4 BJP ഫസ്റ്റ്. 1100 സംതിങ് ബൂത്തുകളിൽ 680 ബൂത്തുകളിലും BJP ഫസ്റ്റ്. 23 24 പഞ്ചായത്ത്, അതിൽ 17 പഞ്ചായത്തിലും BJP ഫസ്റ്റ്. പിന്നെ തോറ്റു എന്ന് പറയാൻ പറ്റില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 100 വാർഡിൽ 62 വാർഡിലും BJP ഫസ്റ്റ്. തോറ്റത് പാർലമെൻറ്റിൽ 14,000 വോട്ടിന് മാത്രമാണ്. ബാക്കി എല്ലായിടത്തും BJP ആണ് ഫസ്റ്റ്. അതുകൊണ്ട് ഞങ്ങളൊരു സമ്മേളനം വെച്ചു. ആ 2014 തോറ്റ സമ്മേളനത്തിന് ഞങ്ങളിട്ട പേര് വിജയ സമ്മേളനം, അങ്ങനെ എന്തോ പേരിട്ടൊരു സമ്മേളനം വെച്ചു. എന്നിട്ട് പവർ പോയിൻ്റ് പ്രസൻറ്റേഷനിൽ നേടിയ പഞ്ചായത്തുകൾ, മുമ്പിൽ വന്ന പഞ്ചായത്തുകൾ, വാർഡുകൾ എല്ലാം അവതരിപ്പിച്ചിട്ട് അന്ന് വെങ്കയ്യ നായിഡുവാണ് പരിപാടി പങ്കെടുക്കുന്നത്. അദ്ദേഹം നമ്മളെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. പരസ്യമായിട്ട് പ്രസംഗിച്ചു. കാരണം 14,000 വോട്ടിന് തോറ്റ് നിരാശയും തകർന്നടിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലത്തെ പ്രവർത്തകരുടെ കൺവെൻഷനിലേക്ക് വരുന്ന വെങ്കയ്യ നായിഡു കാണുന്നത് ഒരിടത്തേ തോറ്റിട്ടുള്ളൂ, ബാക്കി എല്ലായിടത്തും ജയിച്ചു എന്ന് പറയുന്ന വേറൊരു പവർ പോയിൻ്റ്, കുറച്ച് ഇംഗ്ലീഷും മറ്റൊരു ചിത്രമാണ്. ഒരു ചിത്രം കണ്ടു. അപ്പോൾ പറഞ്ഞു ഇതാണ് വേണ്ടത് എന്ന് അദ്ദേഹം ഭയങ്കരമായിട്ട് പ്രശംസിച്ചു. അതാ ആളുകൾക്ക്, നമ്മുടെ അണികൾക്ക് കിട്ടുന്ന ആത്മവിശ്വാസം. എന്നിട്ട് ഞങ്ങൾ അവിടെ വെച്ച് ഡിക്ലെയർ ചെയ്തു 2015 തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ BJP, 16 പഞ്ചായത്തുകൾ BJP ഭരിക്കും. ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ അന്ന് എനിക്ക് തോന്നുന്നു ടാർഗറ്റ് ചെയ്ത 350 ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ BJP എന്ന് പറഞ്ഞ് അവിടെ പ്രഖ്യാപിച്ചു. ആ ആവേശം ഞങ്ങൾക്ക് 2015 ലോക്കൽ ബോഡി ഇലക്ഷൻ ഗുണം ചെയ്തു. തിരുവനന്തപുരം 6-ൽ നിന്ന് 35 ആയി.
കോർപ്പറേഷൻ. ആദ്യമായിട്ട് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് BJP വന്നു. രാജ്നാഥ് സിംഗ് ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രസംഗിച്ചു. ഈ ഉത്തരേന്ത്യയിൽ നിന്ന് മാത്രമല്ല, കോൺഗ്രസ് മുക്ത ഉത്തരേന്ത്യ മാത്രമല്ല, ദക്ഷിണേന്ത്യയിലും കോൺഗ്രസ് മുക്തമായി തുടങ്ങി. ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ തിരുവനന്തപുരം തലസ്ഥാന നഗരം കോൺഗ്രസിനെ പിന്നിലാക്കി BJP പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് വന്നു. ഇന്ത്യൻ പാർലമെൻറ്റിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പങ്കെടുത്തുകൊണ്ട് അന്നത്തെ പാർട്ടിയുടെ നാഷണൽ പ്രസിഡൻ്റായിരുന്ന രാജ്നാഥ് സിംഗ് പ്രസംഗിച്ചു. നാഷണൽ പ്രസിഡന്റ് അന്ന് വെങ്കയ്യ നായിഡു അദ്ദേഹം പ്രസംഗിച്ചു. എന്നിട്ട് അദ്ദേഹം നമ്മളെ വിളിച്ച് അനുമോദിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് ഭയങ്കര ഒരു അന്തരീക്ഷം ഉണ്ടായി. എൻ്റെ പഞ്ചായത്ത് ഉൾപ്പെടെ BJP ജയിച്ചു. 4 പഞ്ചായത്ത് ഭരണം കിട്ടി. ജില്ലാ പഞ്ചായത്ത് ജയിച്ചു. അങ്ങനെ 280ഓളം ജനപ്രതിനിധികൾ തിരുവനന്തപുരത്ത് ജയിച്ചു. കേരളത്തിൻ്റെ രാഷ്ട്രീയ തലസ്ഥാനം. അതുവരെ കേരളത്തിൽ BJPയുടെ വിജയം മുഴുവൻ നമ്മൾ കാസർഗോഡ് സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന കാലഘട്ടമായിരുന്നു. അപ്പോഴാണ് തിരുവനന്തപുരത്ത് നമ്മൾ കാണിച്ചു. 2014 അത് തിരുവനന്തപുരത്തേക്ക് നമ്മൾ കൊണ്ടുവന്നു. 2015 അത് എസ്റ്റാബ്ലിഷ് ചെയ്തു. 2016 നേമത്ത് O രാജഗോപാൽ, അന്ന് 4 അസംബ്ലികളിൽ നമ്മൾ 1ാം സ്ഥാനം വന്നു. 2014 നേമത്ത് O രാജഗോപാൽ ജയിച്ചതോടുകൂടി തിരുവനന്തപുരമാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ തലസ്ഥാനം. തിരുവനന്തപുരത്ത് ഞങ്ങൾ നേടും എന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധിച്ചു. ആ സമയത്ത് മുരളിയേട്ടൻ 8000 വോട്ടിന് കഴക്കൂട്ടത്ത് 2ാം സ്ഥാനമായി. കുമ്മനം വട്ടിയൂർക്കാവിൽ 2ാം സ്ഥാനം വന്നു. അപ്പോൾ ആ രീതിയിലേക്ക് പാർട്ടി തിരുവനന്തപുരത്ത് സമ്പൂർണ്ണ ശക്തിയായിട്ടുള്ളൊരു പാർട്ടിയായിട്ട് മാറി. അത് ജീവിതത്തിൽ, അതായത് അതിൻ്റെ ഒരു തുടർച്ച ഇന്ന് കേരളം മുഴുവൻ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു നിർവൃതി. ഇന്നത്തെ BJP കുറിച്ച് പറയുമ്പോൾ അല്ല, ഞാൻ പറയുന്നത് ഇപ്പോൾ പറയുന്ന കാര്യമില്ലേ, ആ നമ്മൾ തോറ്റില്ല, നമ്മളാണ് ജയിച്ചത് എന്ന് പറയുന്ന ആ ക്യാമ്പയിൻ എനിക്കൊന്ന് കേരളത്തിലെ BJPയുടെ കാര്യകർത്താക്കളും പ്രവർത്തകരും ഒക്കെ മനസ്സിലാക്കേണ്ടതാണ്. പല സ്ഥലത്തും ഇത് ചെയ്യാൻ പറ്റും ഇന്നും, തീർച്ചയായിട്ടും. പക്ഷേ അവർക്ക് ഇങ്ങനെ ഐഡിയ പോയിട്ടില്ല. നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകൾക്കെങ്കിലും ഇങ്ങനെ ഒരു സാധ്യത കിടപ്പുണ്ട്. അതിലൂടെ കിട്ടുന്നൊരു ഊർജ്ജം എത്ര വലുതായിരിക്കും എന്ന് തിരിച്ചറിയാൻ സഹായിക്കുമെങ്കിൽ അതൊരു വലിയ കാര്യമായിരിക്കും. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അഡ്വക്കേറ്റ് സുരേഷ് BJPയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ നമ്മുടെ ഫ്ലോറിൽ കിട്ടണമെന്ന് നമ്മൾ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം ഇന്ന് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയാണ് നമ്മളോട് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ യാത്രയുടെ ഒരു തുടക്കവും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന തിരുവനന്തപുരം ജില്ല എന്നല്ല, കേരളത്തിൻ്റെ മുഴുവൻ ചുമതലയാണ്. പക്ഷേ തിരുവനന്തപുരത്തെ വിജയത്തിൻ്റെ ഒരു പ്രധാന ശില്പി അഡ്വക്കേറ്റ് സുരേഷാണ് എന്ന് ഞാൻ എന്തായാലും പറയും. അദ്ദേഹം ഒരിക്കലും അവകാശപ്പെടത്തില്ല. എല്ലാം ദൈവാനുഗ്രഹം. എങ്ങനെയാണ് തിരുവനന്തപുരത്ത് ചെയ്തത്, കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം എങ്ങനെയാണ് എന്നതുകൂടി നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. നമ്മുടെ അടുത്ത എപ്പിസോഡിൽ അതുണ്ടാവും. ഉറപ്പായും ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുക. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അത് ചെയ്യണം. അടുത്ത എപ്പിസോഡ് ഉറപ്പായും കാണണം.